നമസ്കാരം. മീനിങ് മീഡിയയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉയർച്ച താഴ്ചകളിൽ വലിയൊരു പങ്ക് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളുമായിട്ട് ഇടപഴകുന്ന ആൾക്കാരും നമ്മൾക്ക് ഒരുപാട് ചിന്താഗതികളൊക്കെ തരുന്ന ഒരുപാട് ആൾക്കാരുടെ സ്വാധീനം നമ്മൾ ചിലപ്പോൾ കണ്ട് പഠിക്കാം, കേട്ട് പഠിക്കാം. അത് നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ നമ്മുടെ ജീവിതത്തിലാക്കുന്നതിന് ഒരുപാട് ഘടകങ്ങൾ കുട്ടിക്കാലത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കഥയാണ് പറയാൻ പോകുന്നത്. കഥയെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു അച്ഛൻ്റെ മകൻ വലിയൊരു കോടീശ്വരനായി അതെല്ലാം വലിയ വലിയ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ കോടീശ്വരനായ മകൻ ഒരു ദിവസം അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ, ഞാൻ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി ഞാൻ വലിയൊരു സമ്പന്നനായി, എന്തുകൊണ്ട് അച്ഛൻ സമ്പന്നനായിട്ടില്ല എന്ന് അച്ഛൻ ചിന്തിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, മോനെ, ഞാൻ ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് കാലം വൈകിപ്പോയി. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ടോ, നീ ചെറുപ്പത്തിൽ ഞാൻ നമ്മൾ ഇതിനടുത്തുള്ള ആ റിസോർട്ട് ഉണ്ടല്ലോ, ആ റിസോർട്ടിൽ നിന്നെ കൂട്ടിപ്പോകാറുണ്ട്. വലിയ വലിയ സമ്പന്നന്മാർ വരുന്ന റിസോർട്ടിൽ അവർ ബെൻസ് കാറിലും ഓടി കാറിലും അങ്ങനെ വലിയ വലിയ കാറിലൊക്കെ വരുന്ന സമയത്ത് നിന്നെയും കൂട്ടി ഞാൻ അവിടെ പോയി, ഞാൻ അവിടുത്തെ സെക്യൂരിറ്റി ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു പോകും. നീ അവരുടെ കൂടെയാണ് എപ്പോഴും കളിക്കാനായിട്ട് പോവുക, അവിടെ വരുന്ന കുട്ടികളുടെ കൂടെ നീ പോയി കളിക്കും. ഞാൻ മനഃപൂർവ്വം നിന്നെ അങ്ങനെ വിട്ടതാണ്. അപ്പോൾ അങ്ങനെ അവരോട് കളിക്കാൻ പോകുന്ന സമയത്ത് നീ അവിടെ വരുന്ന ഓരോ ആൾക്കാരുടെ കാറും പത്രാസും ആ കുട്ടികളുടെ ബിഹേവിങ് രീതികളും ഒക്കെ നീ അറിയാതെ നീ പഠിച്ചിട്ടുണ്ടായിരുന്നു. സമ്പന്നൻ്റെ മകനെ പോലെ നീ, അല്ലെങ്കിൽ അവരെ പോലെ സമ്പന്നനാകണമെന്നില്ലേ, അറിയാതെ നീ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ നീ അവരെ പോലെ ആകണമെന്നുള്ള ചിന്ത വരികയും നീ അതുപോലെ ആയിത്തീരുകയും ചെയ്തത്. പക്ഷെ ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ശരിയല്ലേ? ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ചിന്തിക്കുന്നില്ലേ, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഉൾക്കാഴ്ച ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കൊന്നും സാധിക്കാതിരുന്നത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.